ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് കസോളിൽ നിന്നും മലാന വില്ലേജിലേക്കാണ്. വളരെ പുരാതനമായ ഒരു വില്ലേജാണ്, എല്ലാവർക്കും അറിയായിരിക്കും. കസോളിൽ നിന്നൊരു 10 കിലോമീറ്റർ ബുന്ദർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെറി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ജെറിയിൽ നിന്ന് നമുക്ക് പോകാൻ ടാക്സി കിട്ടും. നമ്മൾ 1-2 പേരൊക്കെ ആണെങ്കിൽ അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് വരുന്നതായിരിക്കും ലാഭം. കാരണം 2 പേർക്ക് ടാക്സിയിൽ ആ ബേസ് ക്യാമ്പ് വരെ പോകാൻ വേണ്ടിയിട്ട് 2000 രൂപ വരുന്നുണ്ട്, റിട്ടേൺ അടക്കം. റിട്ടേൺ ഇല്ലെങ്കിൽ 1250 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തപ്പോൾ കുറച്ച് പേരെ കണ്ടുപിടിച്ച് അവരോടൊപ്പം പോകേണ്ട പരിപാടിയാണ്. ഇപ്പോൾ 5 പേരാണുള്ളത്. 2500 രൂപയ്ക്ക് സെറ്റാക്കിയിട്ടുണ്ട്. 2500 രൂപയ്ക്ക് നമുക്ക് അവിടെ മുകളിൽ പോയിട്ട് അവർ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അത് സെറ്റാണ്. ഇപ്പോൾ 1-2 പേരാണെങ്കിൽ നഷ്ടമാണ്, കാരണം 2000 രൂപ തന്നെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ബൈക്ക് റെൻറ്റിനടുത്ത് കസോളിൽ നിന്ന് ഇവിടെ വന്നിട്ട് പോകുന്നതായിരിക്കും ലാഭം, 1-2 പേരൊക്കെ ആണെങ്കിൽ. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് 3 പേരെ കിട്ടി ഇവിടുന്ന്. നമ്മളിപ്പോൾ ആ ദൂരെ കാണുന്നില്ലേ, അത് ഒരു ഡാമാണ്. അതായത് ഇതിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് മലാന നദി. അപ്പോൾ ഈ നദിയിൽ പണിതിട്ടുള്ള ഡാമാണ് മലാന ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് എന്ന് പറയും. ഇവിടുന്നാണ് മലാന നിവാസികൾക്ക് വൈദ്യുതി കിട്ടുന്നത്. മലാനയിലെ എല്ലാ വീടുകളും വൈദ്യുതീകരിച്ചിട്ടുണ്ട്. ഈ ഡാമിലുള്ള വെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് അവർക്കൊക്കെ വൈദ്യുതി കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഡാം നിർമ്മിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. മുമ്പ് ഇങ്ങോട്ടേക്ക് റോഡ് ഇല്ലായിരുന്നു. അപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടൊരു ഗ്രാമമായിരുന്നു മലാന ഗ്രാമം എന്ന് പറയുന്നത്. ഈ ഒരു ഡാം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റോഡ് ഇങ്ങോട്ടേക്ക് വന്നത്. ആ ഡാമിൻ്റെ അടുത്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ടുള്ള റോഡാണിത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. 15 കിലോമീറ്റർ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇനി ഇവിടുന്ന് 1 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ട് വേണം ആ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതാണ് മലാന വില്ലേജ്. ഇവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് അതിൽ കയറി പോകണം. ചെറിയൊരു ടാസ്ക് ആണ്, എന്നാലും പോവാം. ഈ ഒരു മല ഇറങ്ങിയിട്ട് നടന്നിറങ്ങിയിട്ട് വേണം ആ ഒരു മല കയറാൻ വേണ്ടിയിട്ട്. ഇറങ്ങലൊക്കെ നോ പ്രോബ്ലം, കയറ്റാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോവാം. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത്രയും മലേൻ്റെ വലിയ മലേൻ്റെ മുകളിൽ ഒരു വില്ലേജ് ഉണ്ടാകുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം താഴെ നമ്മൾ 15 കിലോമീറ്റർ അത്രയും മുകളിലോട്ട് സഞ്ചരിച്ചിട്ടാണ് വരുന്നത്, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്തൂടെ. നമ്മളാ മല ഇറങ്ങി താഴെ എത്തിയതാ ഈ ഒരു റിവറിന് ക്രോസ് ആയിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് കടന്നിട്ട് ആ സ്റ്റെപ്പ് കയറി വേണം മലാന വില്ലേജിൽ എത്താൻ വേണ്ടിയിട്ട്. കുത്തനുള്ള കയറ്റാണ്, കയറി നോക്കാം. 1 മണിക്കൂറാണ് ട്രെക്കിംഗ് ടൈം പറയുന്നത്. മഴ വരുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോവാം. നല്ല മനോഹരമായ കാഴ്ചയാണ് ചുറ്റിലും. നല്ല തണുപ്പുണ്ട്, തണുത്ത് വിറയ്ക്കുന്നുണ്ട്. കയറ്റം കുറച്ച് റിസ്ക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് വന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരെ ഇവിടുന്ന് വരെ റോഡ് വന്നത്. ഇല്ലെങ്കിൽ മുഴുവൻ നടന്ന് കയറേണ്ടി വന്നേനെ. ഇതൊരൊറ്റപ്പെട്ട ഗ്രാമമാണ്, ഇത്രയും ഹൈറ്റിലായിട്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ചെടികളൊക്കെ കാണാം കേട്ടോ 2 സൈഡിലായിട്ട്. ഈ വില്ലേജിലുള്ള ആളുകളെ പ്രധാന വരുമാന മാർഗ്ഗമാണ് മലാനക്ക് നിർമ്മാണം. എന്തായാലും നടക്കാം നമുക്ക്, വാ. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പക്ഷേങ്കിൽ കയറ്റം കുറച്ച് കഠിനമാണ് കേട്ടോ. ഞാൻ നല്ല കിതച്ചു പോയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി കയറാനുണ്ട്. 1 മണിക്കൂർ നല്ല കയറ്റാം. എന്നാലും മേലോട്ട് പോവാം നമുക്ക്. ഏകദേശം നമ്മൾ 3/4 ഭാഗം കയറി കഴിഞ്ഞു. ഇനി കുറച്ച് ദൂരം മാത്രമേ കയറാനുള്ളൂ. അത് കണ്ടില്ലേ നിങ്ങൾ, നോക്ക് അവിടെ താഴോട്ടേക്ക് ഇങ്ങനെ കാണാം പല കളറിലുള്ള സംഭവങ്ങൾ. പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞതാണ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് കുപ്പി അതുപോലത്തെ സാധനങ്ങളൊക്കെ വാട്ടർ ബോട്ടിലൊന്നും വലിച്ചെറിയാതിരിക്കുക. താഴെ കാണാം എല്ലാവരും ഇങ്ങോട്ട് താഴോട്ടേക്ക് എറിയാണ് ചെയ്യുന്നത്. ഒരു അടിപൊളി വാട്ടർഫോൾ കാണാം, കണ്ടില്ലേ വാട്ടർഫോൾ. ഇത്
മഞ്ഞൊരുക്കി വരുന്ന വെള്ളമാണ്. ഇപ്പം മഴയും തുടങ്ങിയിട്ടുണ്ട്, നല്ല വെള്ളമുണ്ട്. അപ്പോൾ എന്താണ് സാധനങ്ങളൊക്കെ ഇവർ തലച്ചുമടായിട്ടാണ് മുകളിലോട്ട് എത്തിക്കുന്നത്. സാധാരണ ഹിമാലയത്ത് മറ്റേ ട്രക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ കേദാർകാന്തൊക്കെ പോയി കഴിഞ്ഞാൽ കുതിര പോണികളെ കാണാം. പക്ഷേ ഇവിടെ പോണികളൊന്നും കാണുന്നില്ല. അവരുടെ എഫേർട്ടൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ആര്യന്മാരുടെ കറകളഞ്ഞ വംശജരാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വില്ലേജ് കയറി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ വീടുകളിൽ കയറാനോ ഇവരെ തൊടാനോ ഒന്നും പാടില്ല. അവരുടെ കോമ്പൗണ്ടിലൊന്നും കയറാൻ പാടില്ല. മറ്റുള്ള പുറത്തുള്ള ആളുകളെ അവർ അങ്ങനെ എന്താണ് അവർ ഭയങ്കര ഉന്നതരായിട്ടുള്ള ആളുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. നമ്മളിവിടെ കയറുമ്പോൾ തന്നെ കാണുന്ന വീടാണത്. അവരുടെ ഒരു പഴയ കാല നിർമ്മിതി ആണത്. താഴെ കണ്ടില്ലേ വിറക് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്, മഞ്ഞുകാലത്ത് വേണ്ടി വിറക് ശേഖരിച്ച് വെക്കുന്നത്, മഴക്കാലം മഞ്ഞുകാലത്തിനൊക്കെ വേണ്ടി. അതിന് മുകളിലുള്ള തട്ടിലാണ് അവർ താമസിക്കുന്നത്. മറ്റൊരു ബിൽഡിംഗ് കാണാം, അത് കുറച്ചുകൂടി പുതിയ ബിൽഡിങ്ങാണ്. ചന്ദ്രകാനി ബിയോട്ടിബ മലനിരകളാണ് നമ്മൾ കാണുന്നത്. ഈ മലനിരകൾ ഉള്ളത് കൊണ്ടാണ് പുറം ലോകത്തുനിന്ന് ഈ ഒരു ഗ്രാമത്തെ കാണാൻ പറ്റാത്തത്. കുശാനി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. നമുക്ക് മനസ്സിലാവാത്തൊരു ഭാഷയാണ്, പുറത്തുള്ള ആൾക്ക് മനസ്സിലാവാത്ത ഭാഷയാണ് കുശാനി ഭാഷ. അവർ പരസ്പരം സംസാരിക്കുന്നത് കുശാനി ഭാഷയാണ്. നമ്മളോടൊക്കെ അവർ ഹിന്ദിയിൽ സംസാരിക്കുമായിരിക്കും, പക്ഷേ കുശാനി ഭാഷയാണ് അവർ സംസാരിക്കുക. ഇതാ അവരുടെ മറ്റൊരു വീടാണിത്. നേരത്തെ കണ്ട പോലെ തന്നെ വിറകൊക്കെ സൂക്ഷിച്ച് വെച്ചാണ്ടില്ലേ, മരം കൊണ്ടുണ്ടാക്കിയ വീടാണ്, പൂർണ്ണമായും മരം കൊണ്ടുണ്ടാക്കിയ വീടാണിത്. 2008 ഇവിടെ ഗംഭീര തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ പഴയ ഒരുപാട് കെട്ടിടങ്ങൾ നശിച്ചു പോയിരുന്നു. ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ട് ആ സമയത്ത്. പക്ഷേ പഴയ പോലെ അവർക്കത് പുനർനിർമ്മിക്കാൻ പറ്റിയില്ല, പുതിയ രീതിയിലാണ് നിർമ്മിക്കാൻ പറ്റിയത്. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. നമുക്കിവിടെ വന്നാൽ ഇവിടെ താമസിക്കുകയും ചെയ്യാം. ഇതാ മൗണ്ടൈൻ വ്യൂ ഹോം സ്റ്റേ, അങ്ങനെ ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. മലയാളികൾ നടത്തുന്ന ഹോം സ്റ്റേ ഉണ്ട് ഇതിനകത്ത്. ഈ വില്ലേജേഴ്സിൻ്റെ ടെമ്പിളാണിത്. മരം കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ടെമ്പിൾസാണ്. രണ്ടെണ്ണം കാണാൻ നിങ്ങൾക്ക്. മരത്തിനിടയിൽ കല്ലുകൾ ഇങ്ങനെ വെച്ച രീതിയിലാണുള്ളത്. ഇതിനകത്ത് പ്രവേശിക്കാനും പാടില്ല, അതുപോലെ തന്നെ ഇത് പിടിക്കാനോ തൊടാനൊന്നും പാടില്ല. 3500 രൂപയാണ് ഫൈന് ഇതിൽ കയറിയാൽ ടച്ച് ചെയ്താലൊക്കെ. അതുകൊണ്ട് അവരത്രയും പുണ്യമായിട്ട് കരുതുന്ന സാധനമാണ്. പുറത്തുള്ള ആളുകൾക്ക് ഇവിടെ പ്രവേശിക്കാനോ ടച്ച് ചെയ്യാനോ അനുവാദമില്ല. നമ്മൾ വസിഷ്ഠിൽ ഇങ്ങനത്തെ ഒരു ടെമ്പിൾ കണ്ടിരുന്നു. ഒരു പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ചാണ് ഈ ഒരു ടെമ്പിൾ. ടെമ്പിളിൻ്റെ മുൻഭാഗമാണ് കേട്ടത്. കാളയുടെ മാനിൻ്റെയൊക്കെ തലയോട്ടി കണ്ടില്ലേ. ഇവിടുത്തെ ദേവന്മാർക്ക് വേണ്ടി ബലി കൊടുത്ത മൃഗങ്ങളുടെ കൊമ്പുകളാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പിന്നെ പലതരം മൃഗങ്ങളുടെ കൊമ്പുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ചുമരിൽ പ്രദർശിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ വില്ലേജേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടു കഴിയുന്നു, പക്ഷെ അവരാരും നമ്മളോട് ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല. അവർ നമ്മളോട് സംസാരിക്കാനോ കാര്യങ്ങൾക്കൊന്നും വരുന്നില്ല. കുറേ പേര് ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. എന്താ പരിപാടി തന്നെയില്ല. അവരെ വില്ലേജിൽ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നത് കാണുന്നുണ്ട്. എന്തോ ഒരു ഉത്സവം പോലെയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും അങ്ങോട്ട് മുകളിലോട്ട് പോകാം നമുക്ക്. ഇതിവരുടെ ഒരു മെയിൻ ടെമ്പിളാണ് കേട്ടോ. ജമദഗ്നി മഹർഷിയുടെയും ഭാര്യയുടെയും പേരുള്ള അമ്പലങ്ങളാണിത്. ജമദഗ്നി മഹർഷിയുടെ പ്രതിപുരുഷനായ ജംലു ആണ് ഈ ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു നിയമവും ഇവർക്ക് ബാധകമല്ല എന്നുള്ളതാണ് രസകരമായൊരു കാര്യം എന്ന് പറയുന്നത്. ഇതൊരു ടെമ്പിളാണ്. കുറേ പേര് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു, അവിടെ ഇരുന്ന് കഥ പറയുന്നൊക്കെ നമുക്ക് കാണാം. പുറമേ നിന്ന് വരുന്നവർക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശനമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. നമുക്ക് നടക്കാൻ പറ്റുന്ന ഈ ഒരു നടപ്പാത കണ്ടില്ലേ, ഈ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കി, ഇതിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റൂ. അവരുടെ വീടുകളിലേക്ക് അങ്ങോട്ട് കയറാനോ അതുപോലെ തന്നെ ആ ടെമ്പിളിലേക്ക് കയറാനൊന്നും പറ്റില്ല. അങ്ങനെ കയറുകയോ അതുപോലെ തന്നെ അതിനുള്ളിൽ എന്തെങ്കിലും തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു തുക നമ്മൾ പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും. 3500 രൂപ അടയ്ക്കേണ്ടി വരും എന്നുള്ളൊരു ബോർഡാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെയും കുറേ സ്ത്രീകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ അവർ മൈൻഡ് ചെയ്യുന്ന കൂടിയില്ല കേട്ടോ. ഇവിടുന്ന് 2 ആൾക്കാരിങ്ങനെ പോകുന്നുണ്ടെന്ന് കൊണ്ട് അവർ നോക്കുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ട് പോയി നോക്കാം. അങ്ങോട്ടൊക്കെ വഴി കാണുന്നുണ്ട് മുകളിലോട്ടേക്ക്. എന്താ പറഞ്ഞില്ലേ, സാധനം കൊണ്ടുവരാൻ ഇപ്പോൾ പോണി കണ്ടിട്ടോ, അതൊരു പോണീനെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഗോഡ അതിനെയാണ് പോണി എന്ന് പറയുന്നത്. ഇതിലാണ്
കല്ലൊക്കെ ഇത് കല്ല് കൊണ്ട് കാണുന്നു, കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന കല്ല് കൊണ്ടുവന്നത് പോണിയിലാണ്. ഒരു കെട്ടിടം കണ്ടില്ലേ, ഇതിനകത്ത് മരം അതുപോലെ തന്നെ പുല്ലുകൾ ഒക്കെ ഇവർ സംഭരിച്ച് വെക്കുന്നതാണ്. ഇതിന് മുകളിലും താമസമുണ്ട് കേട്ടോ, വീടാണിത്. മരം കൊണ്ട് മാത്രം ഉണ്ടാക്കിയൊരു കെട്ടിടമാണ് താഴെ. വളരെ വിചിത്രമായൊരു ഗ്രാമം തന്നെയാണ് ഇത്. മുകളിലോട്ട് കയറി പോവാ. ഇതാ അവിടെ ഒരു വീട് കാണാം. പിറകിൽ ഞാൻ കാണുന്നത് ഇതൊരു വീടാണ് കേട്ടോ. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. മുമ്പ് തീപിടുത്തമുണ്ടായിരുന്നു, അതിൻ്റെ കുറേ അവശേഷങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. കത്തിപ്പോയ ഈ ഭാഗത്തൊക്കെ വലിയൊരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത്. ഇതൊരു പഴയ വീടാണ് കേട്ടോ. ഇവിടുത്തെ ഒരു വളരെ പഴയ മരം കൊണ്ടുണ്ടാക്കിയ പഴയ വീട്. നമ്മുടെ മുന്നിൽ നടന്നു പോയ ആ ഒരു വയസ്സായ ആളുടെ വീടാണ് അത്. അയാൾ അതിൻ്റെ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. നമുക്ക് താഴെ ഭാഗത്ത് ഈ വീട്ടിൽ ഇങ്ങനെ വിറകുകൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ അതുപോലെ തന്നെ ഇഷ്ടംപോലെ വിറകുകൾ ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞുകാലത്തൊന്നും ഇവർക്ക് താഴോട്ടേക്ക് ഇറങ്ങിപ്പോകാനൊന്നും പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ വിറകുകളൊക്കെ അതിനു വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്ന് തോന്നുന്നു. വൃത്തീൻ്റെ കാര്യത്തിൽ എനിക്കത്ര അഭിപ്രായം പോരട്ടെ. അവരെ എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക്കും ഒക്കെ വെള്ളം തന്നെ കണ്ടില്ലേ, അങ്ങനെ ഒരു വൃത്തിക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. മേഘാലയയിലൊക്കെ വില്ലേജ് എന്ന് പറഞ്ഞാൽ ക്ലീൻ വില്ലേജുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ വൃത്തി കുറവാണ്. കുട്ടികൾ കുളിക്കുക. ഇവരെ വീടാന്ന് തോന്നുന്നു കേട്ടോ, ഇവരെ വീടാണ്. ഒരു റോസ് കളറുള്ള വീട് കണ്ടോ, നല്ല കണ്ണ് കുത്തുന്ന തരത്തിലുള്ള കളറാണ് അവരടിക്കുക വീടിന്. ദൂരെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഈ ഒരു ഗ്രാമം. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്, നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹമല്ല, ഈ മലാന ക്രീം ഉണ്ടാക്കുന്നൊരു കാഴ്ചയാണ്. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ഇവരെല്ലാം കൂടി ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നത്, അങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ തിരക്കുന്ന സാധനം എടാ. അത് അല്ല, ഈ ഇവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് ചെയ്യും. അയാളെ കണ്ടിട്ടുണ്ടേ. അപ്പോൾ ഇപ്പം മഴയായത് കാരണമായിരിക്കും അവരത് ചെയ്യാത്തത്. അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. ഇപ്പോൾ മുകളിൽ വരെ പോയി തിരിച്ചിറങ്ങാണ്. ഇതാ ആ ചേച്ചിമാർ അവിടുന്ന് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ തന്നെയാണോ എല്ലാവരും കൂടി കഴിക്കുക? ആരെങ്കിലും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്താണ് എൻ്റെ ഒരു പരിപാടി എന്നുള്ളത്. ഹായ് 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 ഹായ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്നെ കണ്ടപ്പോൾ അവന്മാർ രണ്ടാൾ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. എന്നെ ഫോട്ടോ എടുത്ത് കൊടുത്തു. ഒരു കോട്ടൊക്കെ ഇട്ട് അങ്ങനെ മുന്നിൽ നടക്കണ്ട്. കാരണം കയറുമ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ പോയി, അടിപൊളിയായി. ഇവരെ ടെമ്പിള്, നമ്മൾ നേരത്തെ കണ്ട ടെമ്പിളാട്ടത്. ഇതിൻ്റെ മുകളിലൊരു ഇതിൻ്റെയൊക്കെ കാണുന്നുണ്ട്, കാളക്കൊമ്പ്. നമ്മൾ താഴേക്ക് എത്തിയപ്പോൾ ഫസ്റ്റ് കണ്ട അവരില്ലേ, അവർ ഫുഡൊക്കെ കഴിച്ച്, അത് എന്ത് വൃത്തിയില്ലാത്ത സ്ഥലമാണ്. ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. കുറേ പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. നായയുണ്ട് ഇങ്ങനെ നടക്കുന്നത്. മൊത്തം അലമ്പാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്താ പരിപാടി മനസ്സിലായില്ല. എല്ലാവരും കൂടി എന്തോ ആഘോഷമാണ്, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി ഒരുമിച്ച് കഴിക്കുന്നത്. ഇതാ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. ഇനിയിപ്പോൾ തിരിച്ചിതിലെ അങ്ങോട്ടേക്ക് ഇറങ്ങണം. കാണുമ്പോൾ ഭയങ്കര രസമാണ്, വേഗം എത്തുന്ന വരും. പക്ഷേ കയറി വരാൻ കുറച്ച് പണിയാണ്. നമ്മളിപ്പോൾ മലാന വില്ലേജിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് മണാലിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കസോൾ വഴി വരികയാണെങ്കിൽ ബുന്ദറിൽ നിന്ന് ബസ് കയറിയിട്ട് ജെറി ഇറങ്ങുക. ജെറി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഷെയർ ടാക്സി കിട്ടും, ഇങ്ങോട്ട് വരാം. ഇല്ലെങ്കിൽ നിങ്ങൾ കസോൾ വന്നിട്ടാണെങ്കിൽ കസോളിൽ നിന്ന് നിങ്ങൾക്ക് ബൈക്ക് റെൻറ്റിന് കിട്ടും. അപ്പോൾ ബൈക്ക് റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയും
മറ്റ് പല സ്ഥലങ്ങളും ചുറ്റി കാണുകയും ചെയ്യാം, പൈസ കുറയും. അപ്പോൾ ഇനിയിപ്പോൾ മഴ കൂടി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് താഴെ എത്തേണ്ടതുണ്ട്. കസോൾ പോയിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഫ്രണ്ട്സ്, ബൈ.